എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വരുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ ഒന്നൊരു കമൻറ്റ് രൂപത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി തരുന്നതായിരിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് നമുക്ക് ആദ്യം പോകാം. അത് കഴിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, ഇന്നലെ ഇപ്പോൾ ശനിയാഴ്ചയിലത്തെ എപ്പിസോഡിൻ്റെ അവിടേക്ക് നമുക്ക് ആദ്യം പോകാം. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ശനിയാഴ്ച മോഹൻലാൽ വരുന്നതാണ്. അന്ന് ഡാൻസും പാട്ടും കൂത്തും പല്ലിയൊക്കെയാണ്ട് കുറേ കൂതറകൾ വന്നിരുന്നിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്. മണടിച്ചലോട്ട് അടുത്തേക്ക് അടുക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ആ നിലയ്ക്ക് നോട്ടുള്ള ചാട്ടം കണ്ടു ഞാൻ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നലെ ഡാൻസും കൂത്തൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ആദ്യം എൻട്രി കാണിക്കാറ് മോഹൻലാലിനാണ്. പക്ഷെ ഇന്നലെ മോഹൻലാലിനെ എടുത്ത് തള്ളിക്കളഞ്ഞു. ഇന്നലെ ആദ്യം എൻട്രി കാണിച്ചതായ ജാസ്മിൻ എന്താ ചെയ്യുന്നത്? വാഴയിലയിൽ പ്രേമലേഖനം എഴുതുന്നത്. അത് വാഴത്തോട്ടത്തിലിരുന്നിട്ട് പ്രേമലേഖനം നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് അത് പ്രേമലേഖനം എഴുതാൻ വേണ്ടി ഉപയോഗിച്ച് ആ പ്രേമലേഖനം ഗബ്രിക്കുള്ളത് എഴുതിയിട്ട് വാഴത്തോപ്പിൽ കുത്തിവെക്കുന്നത്. വരുമ്പോൾ കാണിച്ചു കൊടുക്കാനായിരിക്കും. ഗബ്രിയായിട്ട് കെട്ടിപ്പിടിച്ച് രാസലീലകൾ നടത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഈ കാണിച്ച വാഴയിലെ പ്രേമലേഖനം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അവളുടെ പ്രേമം ഒറിജിനലാണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പഠിച്ച കള്ളിയാ. അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രേമലേഖനം രാത്രി ഇരുന്ന് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ തള്ളി വെച്ചത്. അപ്പോൾ അത് മനസ്സിലായില്ല നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ടാണ് മോഹൻലാലിൻ്റെ എൻട്രിക്കൊന്നും ഒരു പ്രത്യേകത ഇല്ല. ഇവളുടെ വിഷ്വൽസിനാണ് നമുക്ക് ഇന്നലെ ബിഗ് ബോസ് പ്രത്യേകത കൊടുത്തു പോകുന്നത്. അതൊരു ചെറിയ ഷോട്ട്, ആ 2 മിനിറ്റ് സീൻ അവർ അവിടെ എടുത്തു വെച്ചിട്ട് അത് ആദ്യം കാണിച്ച് പിന്നെ മോഹൻലാലിൻ്റെ എൻട്രി കാണിച്ചു. പിന്നെ ഇന്നലെ മോഹൻലാൽ വന്നിട്ട് ആദ്യം തന്നെ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടിയുടെ വിഷയമാണ് അവർ ആദ്യം സംസാരിക്കുന്നത്. സായി പെട്ടി എടുത്ത് കൊണ്ടുപോയത് നല്ലതാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതെന്താണ് അതിൻ്റെ കളി എന്താണ്ടായേ? 20 ലക്ഷം വരെ ബിഗ് ബോസ് വെക്കാനായിട്ട് ഈ സീസണിൽ തയ്യാറായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ നല്ല TRP വന്നിട്ടുണ്ട്, നല്ല പൈസ ബിഗ് ബോസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം അതിന് ഈ മത്സരാർത്ഥികൾ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് വെക്കാൻ തീരുമാനം ഉണ്ടായിരുന്നു. മോഹൻലാൽ തള്ളിയതാണ് 20 ലക്ഷം. 20 ലക്ഷം ഒന്നും വെക്കില്ല. കോടി വന്നു കഴിഞ്ഞാൽ ഒരു 15 ലക്ഷം വെക്കും. 16 ലക്ഷം വരെ തമിഴിൽ വരെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 20 ലക്ഷം എന്തായാലും വെക്കില്ല എന്നുള്ള കാര്യം ഒരു 100% ഉറപ്പാണ്. അപ്പോൾ ഒരു 15 ലക്ഷം രൂപ എങ്കിലും എന്തായാലും വന്നേനെ, ആ കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു 15 ലക്ഷം രൂപ വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്ട് 5 ലക്ഷം രൂപയും കൊണ്ട് ഓടിപ്പോയ സായിനെ കുറിച്ചിട്ട് നിശ വളരെ രൂക്ഷമായിട്ടാണ് അവിടുത്തെ മത്സരാർത്ഥികൾ വിമർശിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. മറ്റുള്ളവർക്ക് കിട്ടുന്ന ചാൻസ് കൂടി ആ സായി എടുത്ത് കളഞ്ഞു. 1 മിനിറ്റ് 5 മിനിറ്റ് പോലും ആലോചിക്കാനായിട്ട് നിൽക്കാണ്ട് അത് എടുത്തുകൊണ്ട് പോയത് വളരെ തെറ്റാണ്. ഇവിടെ അതിനേക്കാളും കാശ് ആവശ്യമുള്ള ആൾക്കാർ ഇവിടെ വേറെ ഉണ്ട്. സായിക്ക് 5 ലക്ഷം രൂപ എന്നൊരു പുല്ല് വിലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഈ പൈസ എടുത്തുകൊണ്ട് ഓടി എന്നുള്ള ചോദ്യചിഹ്നം അത് ക്ലിയർ ചെയ്ത് തരേണ്ടത് ഈ സായി നാരി തന്നെയാണ്. അവൻ തന്നെയാണ് ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത്. അവൻ എന്നവരെ ഇതിനെ നിഷേധിക്കുക, ഇതിനെതിരെ അവൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ പിടിച്ച കയ്യിൽ 3 കൊമ്പാണ്, 5 കൊമ്പാണ്, 6 കൊമ്പെന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ച് നിൽക്കുന്ന തെണ്ടിയ. ആ തെണ്ടി അങ്ങനെ തന്നെ പറയുള്ളൂ. അതിനേക്കാൾ നമുക്കൊരു സന്തോഷം വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇടുന്ന വീഡിയോൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാർ പോയിട്ട് തെറി അഭിഷേകം അവനെ വിളിക്കുന്നത്. അവനിനി വിളിക്കാത്ത തെറിയില്ല. ആ പാവം അവൻ്റെ അച്ഛൻ പോലും ആ തെറി കേട്ടുകൊണ്ടിരിക്കുക. അച്ഛനൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ നാറിത്തരമായിട്ടാണ് അവൻ പോയത്. അത് നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾക്കും അതുപോലെ തന്നെ പുറത്തുള്ള മത്സരാർത്ഥികൾക്കും ഒരുപോലെ വെറുപ്പിച്ചിട്ട് പോയുള്ള ഒരു തെണ്ടി ആണ് ഈ സായി എന്ന് പറയുന്ന സായി കൃഷ്ണ കോതറ എന്ന് പറയണതിൽ എനിക്ക് അതിൽ പറയണതിൽ നിങ്ങൾ ഈ ഭാഷ ഉപയോഗിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവൻ ഇതിനേക്കാളും മോശം ഭാഷ ഉപയോഗിക്കേണ്ടത്. പക്ഷെ എൻ്റെ സംസ്കാരം അതിനനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ഇത്രയും പറയുന്നത് മാത്രം. ഇന്നലെ ഈ ആദ്യമായിട്ടാണ് മോഹൻലാൽ ഒരാളെ പുറത്താക്കുന്നത്. മോഹൻലാൽ എന്നെ അനൗൺസ് ചെയ്യുന്നത് അത് നോറേനെയാണ്. അപ്പോൾ ഇന്നലെ പുറത്താക്കുന്ന 2 പേര് വന്നപ്പോൾ, ഒന്ന് ശ്രീകും അതുപോലെ തന്നെ നോറയും വന്നപ്പോൾ പലരോടും ചോദിച്ചു, ഇതിൽ ആരാണ് സേവ് ആവുക, ആരാണ് പുറത്ത് പോവുക എന്ന് ചോദിച്ചു. പലരും പറഞ്ഞു നോറയാണ്, ചിലർ പറഞ്ഞു ശ്രീകു ആണ് എന്നൊക്കെ പരസ്പരം എല്ലാവരും പറഞ്ഞു. പക്ഷേ ജിൻഡോൻ്റെ അടുത്ത് വന്നപ്പോൾ ജിൻഡോ എന്താ പറഞ്ഞത്? എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല ലാലേട്ടാ, എനിക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ആര് പോണത് ഇഷ്ടമല്ല. എനിക്ക് എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം. എനിക്ക് ഒരാളെ ഞാൻ എടുത്ത് പറയില്ല.
എത്ര നിർബന്ധിച്ചിട്ടും ആ നല്ല മനുഷ്യന് ഒരാളുടെ പേര് പുറത്തു പോകണമെന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? അയാളൊരു നല്ലൊരു മനുഷ്യനാണ്, അയാളൊരു പച്ച മനുഷ്യനാണ്, അയാൾ ഒറ്റയ്ക്ക് കളിക്കുന്നൊരു വ്യക്തിയാണ്, ആരും കൂട്ടുപിടിച്ച് കളിക്കാത്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഓരോരുത്തരെ മാർക്ക് കിട്ടും. എത്രയൊക്കെ ആൾക്കാർ ഇവിടുത്തെ സത്യസന്ധമായി നിൽക്കുന്നു, ആൾക്കാരെ പറ്റിക്കുന്നു, ആൾക്കാരെ വഞ്ചിക്കുന്നു, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ ആളെടുത്ത് ആളെന്തുണ്ടായി? വേണമെങ്കിൽ ജാസ്മിനോട് തേച്ചൊട്ടിക്കാം, എല്ലാതും വളരെ സീറോ കൊടുക്കാം. പക്ഷെ അത് ആൾ ചെയ്തില്ല. ഒപ്പം കളിക്കാൻ നല്ല മത്സരാർത്ഥിയാണ്, അതെനിക്ക് 100% ശരിയാണെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല മാർക്ക് കൊടുത്തു. വേറൊരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കില്ല. ഏറ്റവും അധികം ദ്രോഹിച്ചത്, ഏറ്റവും അധികം വിഷമിപ്പിച്ചത്, ഏറ്റവും അധികം അതിൻ്റെ ഉള്ളിൽ സങ്കടപ്പെട്ടത് ഈ ജാസ്മിൻ്റെ ഓരോ കുത്തുവാക്കുകളെ കൊണ്ടാണ്. അത് നമ്മൾ പലരും കണ്ടതാണ്, ആവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിനെ പോലും തേച്ചൊട്ടിച്ചില്ല. നല്ല രീതിയിലാണ് ജാസ്മിനെ കുറിച്ച് പറഞ്ഞത്. അത് ഈ സമയത്ത് അവസാനം നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. അദ്ദേഹം അവിടെ നിന്നത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും. അദ്ദേഹം പറയുന്നുണ്ട്, ലാലേട്ടനോട് ഒരു ദിവസം ഞാനിവിടുന്ന് പുറത്തായതാണ്, ആ പുറത്തായ ആൾ ഞാൻ തിരിച്ചു വന്നതാണ്, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു വൃത്തിയുടെ ആരും പറഞ്ഞിട്ടില്ല, ഞാനായിട്ട് തന്നെ നിന്ന് ഗെയിം കളിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സത്യമാണെന്ന് കേൾക്കുന്നവർക്കൊക്കെ അറിയാം. അവിടെയാണ് നമ്മുടെ ജിൻഡോയ്ക്ക് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ജിൻഡോ ജയിക്കണം, ജിൻഡോ കപ്പ് എടുക്കണം എന്ന് നമ്മൾ മുറവിളി കൂട്ടുന്നതിൻ്റെ കാരണം അതാണ്. ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ അതിൻ്റെ ഉള്ളിൽ വന്നുള്ള നല്ല വ്യക്തികളിൽ ഒരാളാണ്. അതിൽ നമുക്ക് തർക്കമില്ല. ജിൻഡോയ്ക്ക് എന്നെ കൊടുക്കണം കപ്പ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്നലെ പുറത്തായ നോറേനെ കുറിച്ച് പറയാം. നോറ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സുള്ള കുട്ടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അൻസിബയുടെ പോലെ തന്നെ അന്തസ്സായിട്ടാണ് പുറത്താന്ന് പറഞ്ഞപ്പോൾ ഒരാളോടും ഒരു കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ കരയാനോ ചിരിക്കാനോ ആരോടൊരു സഹതാപമോ ഇവളോട് ആരെങ്കിലും സഹതാപം കാണിക്കുകയും വിഷമം കാണിക്കുകയും ഒന്നും ചെയ്തില്ല. അന്തസ്സായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോയി ചെയ്തത്. അത് ഒരു ആകെ 2 മിനിറ്റ് നേരെ അടുത്തുള്ളൂ പുറത്തായി എന്ന് പറഞ്ഞിട്ട് ആ ഗുഹയെ കൂടെ പുറത്തേക്ക് വരാനായിട്ട് ആകെ 2 മിനിറ്റ് അടുത്തുള്ളൂ. ഒരാളെ പോലും ബോറടിപ്പിക്കാണ്ട് നേരിട്ട് ലാലേൻ്റെ അടുത്ത് വന്നു. ലാലേൻ്റെ അടുത്ത് വന്നിട്ട് അന്തസ്സായിട്ട് സംസാരിച്ചത്. ലാലേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി നീ നോറാൻ, എന്ത് പറ്റി, എന്താ ഈ പുറത്തുള്ള അതിൻ്റെ ഉള്ളിലുള്ള ആരെയും ഇഷ്ടമല്ലേ, അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ആകെ മിസ് ചെയ്യുന്നത് ലാലേട്ടനെ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ആരും മിസ് ചെയ്യുന്നില്ലേ? ബിഗ് ബോസിനെ മിസ് ചെയ്യും, പിന്നെ ആ വീടിനെ മിസ് ചെയ്യും. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിലുള്ള ജിൻഡോ ഒഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യർ എത്ര വൃത്തികെട്ടവരാണ്, എത്ര ചെറ്റകളാണ്, എത്ര നാറികളാണ്. ഇവരൊക്കെ ഒരു പട്ടി ഷോ കളിക്കുന്ന, അവരവരെ വിജയത്തിന് വേണ്ടി എന്ത് നാരിത്തരം കളിക്കുന്നവരും, കൂടെയുള്ള മത്സരാർത്ഥികളെ എങ്ങനെ വേണമെങ്കിലും പീഡിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും തറ വർത്താനങ്ങൾ പറഞ്ഞും എത്ര അതിൻ്റെ ഉള്ളിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരാളെ പോലും മിസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ ഈ നോറയ്ക്ക് ഒരേപോലെയാണ്. നോറ നല്ലൊരു കുട്ടിയായിട്ട് ഞാൻ മനസ്സിലാക്കണം. ഞാൻ ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തെ നോറയുടെ ഭർത്താവൊക്കെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ പൈസ ഉണ്ടാക്കിയ വിധങ്ങളും കാര്യങ്ങളും ഡൈവേഴ്സാണ്, ഇപ്പോൾ രണ്ടാമതൊരാൾ സ്നേഹിക്കുന്നത് പറഞ്ഞപ്പോൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയൊക്കെ തീർത്തിട്ടാണ് നോറ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നത്. അവർ ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തിനുള്ളിൽ നോറയുടെ കുറ്റമായിരിക്കില്ല, ഇത് കേട്ടതും കൊണ്ട് അയാളുടെ കുറ്റമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നോറയുടെ വാപ്പ പറയണ പോലെ കേട്ടെങ്കിൽ നോറ നല്ല പഠിച്ച് നല്ലൊരു സ്ഥിതിയിലെത്തേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതങ്ങനെ നിന്നു. ആ കുട്ടിക്ക് കൂടുതൽ ഒരു ടോപ്പ് 5 വരാൻ പറ്റാവുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ എന്ത് ചെയ്യുക, ജനങ്ങളുടെ സപ്പോർട്ടില്ല, പുറത്തു പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന എപ്പിസോഡുകൾ. അപ്പോൾ ഇന്നിനി നടക്കാൻ പോണ സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് ഞായറാഴ്ച. ആ സന്തോഷമുള്ള ദിവസം ഇന്ന് നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് പാസ്സാക്കി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ വരവേൽക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സിജോ ഔട്ട്, കാട്ടുതീയെ വന്ന് ഒരു മലവെള്ളപ്പാച്ചിലായി വന്ന് ഞാനൊരു തീപ്പെട്ടി കൊള്ളിയോളം പോലും തീയില്ല എൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി തന്ന് അവൻ്റെ തെമ്മാടിത്തരം കൊണ്ട് ചെറ്റത്തരം കൊണ്ട് മാത്രമാണ് അവൻ ഇന്ന് പുറത്തു പോണത്. നിങ്ങളൊന്ന് അവൻ്റെ കളികൾ നിങ്ങളൊന്ന് ആദ്യം മുതൽ നോക്ക്. അവൻ ആദ്യം വന്നപ്പോൾ നല്ലൊരു ഗെയിമറായിട്ട് തന്നെ വന്നത്, നന്നായി കളിക്കുന്ന ഒരാളായിട്ട് തന്നെ വന്നത്. നമുക്കെല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്ന ആളാണ്. നന്നായി സംസാരിക്കാൻ അറിയാം, ആൾക്കാരോട് ഇടപഴകാൻ അറിയാം. അങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ട് വന്നതാണ്. ആ ഇടി കിട്ടി അവൻ പുറത്ത് പോകുന്നവരെ അവന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു.
ഇടി കിട്ടി പുറത്ത് പോയി അവിടെ നിന്നൊക്കെ റിക്കവർ ചെയ്ത് തിരിച്ചു വന്ന് കാട്ടുതീ എന്നുള്ള ഡയലോഗൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കാട്ടുതീയാണോ പുലിക്കുട്ടിയാണോ സിംഹമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ല, അതൊക്കെ ജനങ്ങളാണ്. നിങ്ങളെല്ലാവരും ഭാവി ജനങ്ങളുടെ കയ്യിലാണ്. ആ ജനങ്ങളാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ കാട്ടുതീയായിട്ട് എല്ലാം കത്തി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ഒരു അർത്ഥമില്ല. ആ ഒരു ഡയലോഗ് കൂടി തന്നെ പിന്നെ അവൻ്റെ അവിടെയുള്ള പെർഫോമൻസ് വളരെ മോശം പെർഫോമൻസാണ് ഉണ്ടായത്. പിന്നെ വൈൽഡ് കാർഡായി കയറി വരിക 2 ആൾക്കാരുണ്ട്. ഒന്ന് നമ്മുടെ നന്ദന, ഒന്ന് നമ്മുടെ സായി. ഇവരെ കോംബോയിൽ ഇവൻ വന്ന് ചാടി ഈ പെങ്ങളുട്ടീനെ സ്നേഹിക്കാൻ തുടങ്ങി. പെങ്ങളുട്ടി കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണീരൊപ്പി കൊടുക്കുക, 2 പേര് അപ്പുറത്ത് നിന്ന് കണ്ണീരൊപ്പി കൊടുക്കുക, അങ്ങനെ ഉമ്മ കൊടുക്കുക, അങ്ങനെ ഇവർ തമ്മിൽ കളിക്കുക. ഒരു പുതപ്പൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ട് പുതയ്ക്കും, അത് കഴിഞ്ഞ് ഇവളെ അങ്ങോട്ട് മറിച്ചിടും. ഇവള് അതിനേക്കാളും വലിയ കളി അവള് കളിച്ചു തുടങ്ങി. ഇവള് ഭയങ്കര തരികിടക്കാരിയാണ്. ഇവിടെന്ന് പറഞ്ഞ അഹങ്കാരം. ഈ 2 ഇവർക്ക് ഇവിടെ വിചാരം ഇവള് വന്ന ഉടനെയൊക്കെ നന്നായി ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് കളിച്ചു. അപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ കോമ്പ തുടങ്ങിയോട് കൂടിയിട്ട് നന്ദനേരെല്ലാ വെയിറ്റും പോയി, എല്ലാ പേരും പോയി. ആ ഒരു കോമ്പോ ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെങ്ങൾ കളിക്കല്ലല്ലോ നിങ്ങളൊന്നും ഞങ്ങളതിൻ്റെ ഉള്ളിൽ വിട്ടത്. പെങ്ങൾ കളിക്കാൻ വെച്ചാൽ പുറത്ത് വന്നിട്ട് ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും നിങ്ങൾക്ക്. അവർ പെങ്ങൾ കളിക്കുകയോ ഭാര്യ കളിക്കുകയോ കാമുകി കളിക്കുകയോ എന്ത് വേണമെങ്കിലും കളിച്ചോട്ടെ. നിങ്ങളിതുപോലെയുള്ള കോമ്പോ കളി, നിങ്ങളെ പോലെയുള്ള സ്നേഹിക്കുന്നതും 2 ദിവസമാണ് കാണുമ്പോഴേക്കും എൻ്റെ പൊന്നയ്യത്തിക്ക് വേണ്ടി വീട് പണിത് കൊടുക്കാൻ അവളെ ജയിപ്പിക്കും. അതിനുവേണ്ടി പല ആൾക്കാരെയും ടാർഗറ്റ് ചെയ്ത് അവർ കളിക്കുക. അവളെ ജയിക്കാത്ത കളിയിൽ വരെ അവരെ ജയിപ്പിക്കുക. ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോൾ, ജനങ്ങളൊക്കെ ചോറും വെള്ളമൊക്കെ കുടിച്ച് ജീവിക്കുന്നവരല്ലേ, അവർക്കൊക്കെ ദഹിക്കും. അതൊക്കെ കാണുമ്പോൾ ഇത്രയും വൃത്തികെട്ട സീനുകൾ കാണിക്കുമ്പോൾ അവർ ജനങ്ങളിൽ നിന്ന് അകലാണ്. ഈ സിജോയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം, തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ തൂറിയോനെ ചോക്കുന്നവനും നാറുന്ന പറഞ്ഞുകൊണ്ട്. അതേപോലെ നാറിയില്ലേ ഇവൻ ഈ സായിയാണ് ഇതിനൊക്കെ കാരണം. ഈ സായും നന്ദനയും കാരണം ഇന്നിപ്പോൾ സിജോ പുറത്തു പോകാനുള്ള കാരണം. അല്ലെങ്കിൽ ടോപ്പ് 5 എത്തേണ്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിന് ഒരുപാട് സഹായങ്ങൾ ചെയ്ത വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ മുകളിൽ ഈ സീസണിൽ വലിയൊരു കേസ് വരേണ്ടതാണ്. ആ കേസിനെ ഇല്ലാണ്ടാക്കിയത് ഈ സിജോ ആണ്. കാരണം എന്താണ്, ഞാനും റോക്കിയും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങളൊരു നാടകമാണ്, അതൊരു കോംബോ ആണ്. എനിക്കൊരു പരിക്കും പറ്റിയിട്ടില്ല, എനിക്കൊരു പരാതിയില്ല. ഞങ്ങളത് ഒരു ടാസ്കിന് വേണ്ടി കളിച്ച ഒരു നാടകമാണ്, ഒരു പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ വരുന്ന ഈ കോടതിയിൽ കൊടുത്ത കേസൊക്കെ തള്ളിപ്പോയതുകൊണ്ട് അങ്ങനെ പോലും ബിഗ് ബോസിനെ രക്ഷിച്ചിട്ട് അവസാനം ബിഗ് ബോസിന് പോലും അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്, ജനങ്ങൾ മുഴുവൻ അവനെ വെറുത്തു എന്ന് പറഞ്ഞാൽ അവൻ ഈ നന്ദന പോണ നേരത്തൊക്കെ നന്ദനയുടെ കവളിൽ പോയിട്ട് ഇതുപോലെ ഉമ്മ വയ്ക്കുക, ഇതുപോലെ കെട്ടിപ്പിടിക്കുക, ഇതുപോലെ കരയുക, ഈ വക കോമ്പയൊന്നും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ജാസ്മിൻ നന്നായി ഗെയിം കളിക്കുന്നത്, നല്ല നാവുണ്ടും ഒക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. ജാസ്മിന് ഈ ഇവിടുത്തെ ജനങ്ങൾ വെറുക്കാനുള്ള കാരണം എന്താ, അവളുടെ വായിലെ നാക്കാണ്. അവളുടെ നാക്കും അവൾ ഫേക്കായിട്ട് ഗബ്രിയോട് കാണിച്ച രാസലീലകളും രാസ കീടകളും കാമക്കടുവയായിട്ട് അതിനേക്കാളും വലിയ കളികൾ അവിടെ കളിച്ച് ജനങ്ങൾക്ക് TV ഓൺ ചെയ്യാൻ പേടിയായി തുടങ്ങി. ഇവർ 2 പേരും കോമ്പോ വരുമ്പോൾ വേറെ ചാനലിലേക്ക് ആൾക്കാർ മാറിപ്പോകാനുള്ള കാരണം എന്താണ്, ഇവള് 2 പേര് 2 കാമക്കടുവകളുടെ രതിലീലകൾ നമുക്ക് TV കൂടെ കാണണ്ടല്ലോ, നമ്മൾ കാണുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബക്കാരും കുട്ടികളും കാണുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ നേരിട്ട് ആ സീൻ വരുമ്പോൾ വാർത്തയിലേക്കും സീരിയലിലേക്കും മാറിപ്പോവുക, സിനിമയിലേക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഗബ്രിയും ജാസ്മിയും കൂടിയാണ്. അതിൻ്റെ പരിമിത ഫലമാണ് ഇന്നിപ്പോൾ അവിടെ ജാസ്മിൻ കിടന്ന് അനുഭവിക്കുന്നത്. ഗബ്രി പോയതിന് ശേഷം സ്വല്പം കളിയിലേക്കൊക്കെ കയറി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അവൾ കളിക്കുന്നത് മുഴുവൻ അവളുടെ വായ തുറന്ന, അവളുടെ ക്ലോസറ്റ് വായ തുറന്ന നമുക്ക് ഒരുപാട് വൃത്തികേടാണ്. അവൾ എന്ത് പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം എന്താണ്, മുൻപ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എഫക്റ്റ് ഇപ്പോൾ അവളെ പ്രേതം പോലെ അവളെ ദേഹത്ത് കിടക്കുക. ആ ദേഹത്ത് കിടക്കുന്നിടത്തോളം കാലം പ്രേക്ഷകർ അവളെ ഇഷ്ടപ്പെടില്ല. പിന്നെ കുറച്ച് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവളെക്കാളും തറയായിട്ടുള്ള ആൾക്കാരാണ് അവൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേക്കായുള്ള വോട്ടുകൾ തള്ളി മറിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ബിഗ് ബോസും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് അവൾ അവിടെ നിലനിൽക്കുന്നത്. അതിൽ നമുക്ക് യാതൊരു തർക്കമില്ല. ഈ സീസണിൽ ഏറ്റവും വൃത്തികെട്ട ഒരു മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും അധികം പേര് എടുത്ത് പറയുന്നത് ഒന്ന് ജാസ്മിനാണ്, പിന്നെ പറയണത് സായിന്, പിന്നെ പറയണത് നന്ദനിന്. ഇവർ 3 പേരാണ് ആ ബിഗ് ബോസിനെ നാറ്റിച്ച് കളഞ്ഞുള്ള വ്യക്തി.
ഈ സായി ഇത്രയും ആ മുടിയന് വളരെ മുടിയൻ ഇന്നലെ കൂടി ആ ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടു. ഒരു അവസരം തന്നില്ല ലാലേട്ടാ, ഒന്ന് ആലോചിക്കാനുള്ള സമയം തന്നില്ല ലാലേട്ടാ. ആ ഒരു 3 ദിവസമെങ്കിലും ആ പെട്ടി വെച്ച് നമുക്ക് കളിക്കാറുണ്ട് ലാലേട്ടാ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് അത്. ആർക്കെങ്കിലും പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടാറുണ്ട്. അവന് പൈസയുടെ ഒരു ആവശ്യമില്ല തെണ്ടിക്ക്. ആ ചെറ്റ നാറിക്ക് കാശിന് ആവശ്യമില്ലാണ്ട് 5 ലക്ഷം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് എടുത്തുകൊണ്ട് പോയതാണ്. ഇവനൊക്കെ ഇതിനൊക്കെ അനുഭവിക്കും. ഈ 5 ലക്ഷം രൂപയ്ക്കൊന്നും ഇവനൊന്നും നേടാനില്ല. ഈ 5 ലക്ഷം രൂപയ്ക്ക് ഇപ്പം 10 ലക്ഷം രൂപ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരും. ഇവൻ്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ പട്ടി കഞ്ഞാളം കുടിക്കില്ല ലാലേട്ടാ. അങ്ങനത്തെ ഒരു വ്യക്തിന് ഇവൻ. അതുപോലെ തന്നെ ഈ ഒരു 5 ലക്ഷം വരുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കൂട്ടി വയ്ക്കും, വീണ്ടും പെട്ടികൾ വരും എന്ന് അവന് വ്യക്തമായിട്ട് അറിയുന്നതാണ്. അവൻ എല്ലാ സീസണിലും റിവ്യൂ ചെയ്യുന്ന ആളാണ്. അവന് ഈ പൈസ കൂടി വരും. അപ്പോൾ അതിന് മുമ്പിൽ ഇവൻ എന്തുണ്ടായി, ആ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എല്ലാവരും എടുത്തും പറഞ്ഞു, എനിക്ക് പുറത്ത് പോകാനുള്ള ഏക വഴി പെട്ടി വരുമ്പോൾ അത് എടുത്ത് കൊണ്ടുപോകണം. 50 രൂപ വെച്ചാലും ഞാൻ എടുത്ത് കൊണ്ടുപോകും. അത് ഇവൻ്റെ തട്ടിപ്പാണ്. മറ്റുള്ളവരെ വഴി തെറ്റിക്കാനുള്ള തട്ടിപ്പാണ് ഈ കുറുക്കൻ കാണിച്ചത്. അപ്പോൾ എന്താണ്, 50 രൂപയും അതുപോലെ തന്നെ 50,000 രൂപയൊന്നും അതിൽ വെക്കില്ല എന്ന് ഇവനറിയാം. അതിൽ ലക്ഷങ്ങൾ ഇനി വെക്കുക എന്നുള്ളത്. അപ്പോൾ അതെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇവന് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം ഈ പെട്ടി വന്നപ്പോൾ ഉണ്ടായുള്ളൂ. ഇവന് പുറം വേദനയും നടുവേദനയൊക്കെയാണ്. ഇവന് ഒന്നിനും നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, കല്ലെടുക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ നുണയാണ്. ഇവ 25 കല്ല് പോലും കട്ട പോലും ഇവൻ നെഞ്ഞത്ത് അടക്കി പിടിച്ച് കൊണ്ടുപോയിട്ട് വീട് കെട്ടിയ ആളാണ്. അപ്പോൾ ഇവന് എവിടെ നടുവേദനയുണ്ട്? ഇവന് വോട്ട് കിട്ടാൻ ഇവനതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള തട്ടിപ്പാണ്. അതുപോലെ തന്നെ ഈ കാശ് എടുത്ത് കൊണ്ടുപോകാനായിട്ട് ഇല്ലെങ്കിലും മുമ്പ് ഇവന് ഈ കാശ് ആവശ്യക്കാർക്ക് കൊടുത്തിട്ട് ഇവന് നടുവേദന, എനിക്ക് എനങ്ങാൻ പറ്റില്ല, എനിക്ക് ഇവിടുന്ന് കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അഭിനയിച്ചാൽ പോരെ, ഒന്ന് തലയിറ്റി വീഴുക അല്ലെങ്കിൽ ഒന്ന് നടുകൊടുക്കി വീഴുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് അപ്പം എന്നെ പിടിച്ച് പുറത്താക്കില്ലേ? അതിപ്പോൾ അവന് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കില്ലേ? അതിന് ഈ മറ്റുള്ളവർക്ക് 10-15 ലക്ഷം രൂപ കിട്ടുന്നത് അത് തടയാനും ബിഗ് ബോസിന്റെ ലാഭം ഉണ്ടാക്കി കൊടുക്കാനും ബിഗ് ബോസിന്റെ ആളായിട്ട് മാറാനും ഈ തെണ്ടി ആരാ? അതാ ഞാൻ ചോദിക്കുന്നത്. ഈ നാറി ആരാ? ഇവനെ എല്ലാ മത്സരാർത്ഥികളും പിന്നിൽ നിന്ന് കുത്തല്ലേ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനേക്കാളും വൃത്തികെട്ടവൻ. ജാസ്മിൻ ഇത് വെച്ച് നോക്കുമ്പോൾ ആരും കുത്തിയിട്ടോ അല്ലെങ്കിൽ പെട്ടിയെടുത്ത് ഓടിപ്പോകാനോ മറ്റുള്ള കാര്യങ്ങൾ. ആകെ ഈ ജിൻഡോനെ കുറേ തെറിയും തേങ്ങി ശകാരമൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കാമ കടുവയായിട്ട് കുറേ കാമലീലകൾ വരുന്നത്. അവൻ കാമ കടുവയായി കാരണം ജാസ്മിൻ അതിനൊപ്പം വീണുപോയി. അപ്പോൾ അങ്ങനെ കുറേ കളികൾ നടക്കുള്ളൂ. ഇതുപോലെ വിശ്വാസവഞ്ചന, ആത്മവഞ്ചന, ഈ മനുഷ്യനെ വഞ്ചിക്കുന്നത്, അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു 10 രൂപ കൂടുതൽ കിട്ടുന്നത് അവിടെ പാര വെച്ച് ആ കാശും കൊണ്ടെടുത്ത് ഓടിയ ഇനി ബിഗ് ബോസ് എത്ര സീസൺ കളിച്ചാലും ഇതുവരെ കളിച്ച സീസണിലും ഏറ്റവും വലിയ നാറി, ഏറ്റവും വലിയ ചെറ്റ, വിശ്വാസവഞ്ചകൻ ഈ സീക്രട്ട് ഏജൻ്റായ ഈ സായിയാണ്. അവൻ്റെ ചാനലിൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനോ ഇവനെ സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ അവൻ്റെ ചാനലിൽ പോയിട്ട് അവനെ അങ്ങോട്ട് തെറിയാഭിഷേകം ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. നമ്മുടെ സിജോ ഔട്ടാവാനുള്ള കാരണം താൻ ചെയ്തത് താൻ അനുഭവിക്കും എന്ന് പറഞ്ഞ പോലെ പാടത്ത് പണി വരുമ്പത്ത് കൂലി എന്ന് പഴയ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൂറിയവനെ ചുവന്ന ആ ചോക്കുന്നവനും നാറിപ്പോകും. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഇനി ബിഗ് ബോസിലേക്ക് കളിക്കാൻ വരുന്ന ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാമുകീനെ ഉണ്ടാക്കാനോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ഒരു അനിയത്തിനെ ഉണ്ടാക്കാനോ ഇങ്ങനെയുള്ള ഡയലോഗുകൾ പറഞ്ഞ് കെട്ടിമറിയാനോ ഒന്നും നിങ്ങളവിടെ നിൽക്കരുത്. നിങ്ങൾ സ്വന്തമായി കളിക്കുക, ഒറ്റയ്ക്ക് കളിക്കുക. ഒറ്റയ്ക്ക് കളിച്ചിട്ടാണല്ലോ ഇന്നിപ്പോൾ ജിൻ്റെ അവിടെ നിൽക്കുന്നത്. ഒരു കൂട്ടുകെട്ടുമില്ല, ഒരു കൃഷിയില്ല, ഒന്നുമില്ല, ആരോടൊരു മമതയുമില്ല. സ്വന്തമായിട്ട് കളിക്കുമ്പോൾ അതിൻ്റെ വ്യക്തിത്വം പ്രേക്ഷകർക്ക് മനസ്സിലാവും. നോറ എത്രയും നിന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്ക് കളിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് കളിക്കുക. അതാണ് ബിഗ് ബോസിൻ്റെ നിലനിൽപ്പിന് നല്ലത്. ഇങ്ങനെയുള്ള കോമ്പോയിൽ നിന്ന് ചാടിയ നിങ്ങൾ ഈ ബിഗ് ബോസിൽ കിട്ടുന്ന ആ പ്ലാറ്റ്ഫോമും നഷ്ടപ്പെടും. അപ്പോൾ ഈ സീസണിലെ ഏറ്റവും വലിയ ചെറ്റ നാറി പട്ടി ആരാണ്? നമ്മുടെ സായി കൃഷ്ണയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നാറിക്കുള്ള അവാർഡ് അവന് കൊടുത്തുകൊണ്ട്, ഏറ്റവും ചട്ടിക്കുള്ള അവാർഡ് അവന് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഇന്ന് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരോടും എന്നും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഗേയ്സ്, നമുക്ക് നാളെ കാണാം. അതുവരെ നമുക്ക് എല്ലാവർക്കും ബൈ.